തൊഴിലുറപ്പ് പദ്ധതിയെ തുരങ്കം വയ്ക്കുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യത്തെ ലഘൂകരിക്കുന്ന ബൃഹത് പദ്ധതി അട്ടിമറിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്ന് NREG വർക്കേഴ്സ് ഫെഡറേഷൻ ഇരിങ്ങാലക്കുട കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ NREG വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മോഹനൻ വലിയാട്ടിൽ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ്, CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, AITUC മണ്ഡലം സെക്രട്ടറി KK ശിവൻ, KS പ്രസാദ്, റഷീദ് കാറളം, ബാബു ചിങ്ങാരത്ത് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി മോഹനൻ വലിയാട്ടിൽ പ്രസിഡന്റ്, VR രമേശ് സെക്രട്ടറി, വർദ്ധനൻ പുളിക്കൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. തൊഴിലാളി വർഗത്തിനും ഗ്രാമീണ തൊഴിലാളികൾക്കും കർഷകർക്കും ആദിവാസികൾക്കും മറ്റ് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിലുള്ള നിയമ നടപടികളാണ് ഈ രാജ്യത്ത് വേണ്ടത്, നിയമനിർമ്മാണങ്ങളാണ് ഈ രാജ്യത്ത് വേണ്ടതെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അത് നമ്മുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് CK ചന്ദ്രപ്പൻ അദ്ദേഹത്തിന്റെ പല നിർദ്ദേശങ്ങൾക്കും ചർച്ചകൾക്കും അനുസരിച്ചിട്ടാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. അന്ന് നമ്മൾക്കറിയാം 125 രൂപയായിരുന്നു കൂലി. അന്ന് നമ്മുടെ കേരളത്തിൽ 400, 500, 700 രൂപ വരെ കൂലി ഉണ്ടായിരുന്ന സമയത്താണ് ഈ 125 രൂപ കൂലി ആയിട്ട് നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി